ഏത് ക്ഷേത്രത്തിൽ വെച്ചാണ് രേവതി പട്ടത്താനത്തിന്റെ വിദ്വാൻ സദസ്സ് സമ്മേളിച്ചിരുന്നത്? ഉത്തരം കോഴിക്കോട്ടുള്ള തളിക്ഷേത്രം. ഓർത്തോസ് മലബാറിക്കസ് എന്ന പ്രാചീന ഗ്രന്ഥം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഉത്തരം ഡോക്ടർ കെ.സി. മണിലാൽ. സ്വദേശാഭിമാനി പുരസ്കാരം ഏത് രംഗവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം പത്രപ്രവർത്തനം. രാജ്യസഭ അംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലയാള കവി? ഉത്തരം ജി ശങ്കരക്കുറുപ്പ്. ഉറുദു ചെറുകഥയുടെ ജനേതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം പ്രേംചന്ദ്. ചിലപ്പതികാരത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് ഏത് രാജാവിന്റെ ഭരണകാലമാണ്? ഉത്തരം ചേരൻ ചെങ്കുട്ടവൻ. കന്നഡയിലെ ആദ്യ സാമൂഹ്യ നോവൽ ഏതാണ്? ഉത്തരം സുദർശന. നവരത്നങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന പണ്ഡിതന്മാർ ആരുടെ രാജസദസ്സിലാണ് ഉണ്ടായിരുന്നത്? ഉത്തരം ചന്ദ്രഗുപ്ത മൗര്യന്റെ. വൈഷ്ണവ ഭക്തി പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം രാമാനുജം. ONVക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കവിതാ സമാഹാരം? ഉത്തരം അക്ഷരം. ആനമുത്തിന്റെ കർത്താവ്? ഉത്തരം ഒളപ്പമണ്ണ. കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രഥമ അമ്മന്നൂർ പുരസ്കാരം നേടിയത് ആരാണ്? ഉത്തരം ബംഗാളി നാടകകൃത്തായ ബാദൽ സർക്കാർ. UA ഖാദറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി? ഉത്തരം തൃക്കോട്ടൂർ പെരുമ. OV വിജയന്റെ പൂർത്തീകരിക്കാത്ത നോവൽ? ഉത്തരം പത്മാസനം. ആചാര്യ ഹൂവിന് ശേഷം ഹൂ എന്നീ നർമ്മകഥകളുടെ കർത്താവ്? ഉത്തരം VKN. കൈനിക്കര കുമാരപിള്ള രചിച്ച നാടകം ഏതാണ്? ഉത്തരം കാൽവരിയിലെ കൽപ്പപാതാപം. ജുറാസിക് പാർക്ക് എന്ന സ്റ്റീവൻ സ്പിൽബർഗ് ചിത്രം അതേ പേരിൽ രചിച്ച ഒരു നോവലിനെ ആസ്പദമാക്കി നിർമ്മിച്ചതാണ്. ഈ പ്രസ്തുത നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം മൈക്കൽ ക്രിസ്റ്റൺ. ബാണഭട്ടന്റെ പുരാതനമായ കൃതി? ഉത്തരം കാദംബരി. ദാർശനിക കൃതിയായ ബ്രഹ്മസൂത്ര ഭാഷ്യം ആരുടേതാണ്? ഉത്തരം ശങ്കരാചാര്യർ. പ്രാചീന തമിഴ് കവിയായ മണിമേഖല രചിച്ചത് ആരാണ്? ഉത്തരം ചാത്തനാർ. ദി കൂലി, ദി അൺടച്ചബിൾ എന്നീ ഇംഗ്ലീഷ് കൃതികൾ രചിച്ചത് ആരാണ്? ഉത്തരം മുൽക്കുരാജ് ആനന്ദ്. ഭർതൃഹരിയുടെ പ്രസിദ്ധമായ ഖണ്ഡകാവ്യം ഏതാണ്? ഉത്തരം നീതിശതകം. കിരാതാർജുനീയം മഹാകാവ്യം ആരുടെ കൃതിയാണ്? ഉത്തരം ഭാരവി. അധംകൃതർക്ക് വിദ്യാഭ്യാസവും സ്വാതന്ത്ര്യവും നൽകണമെന്ന് ആവശ്യപ്പെട്ട് KP കറുപ്പൻ രചിച്ച നാടകം? ഉത്തരം ബാലകലേശം. മതജനങ്ങൾക്ക് മാർദ്ദവമില്ലെങ്കിൽ ഉദ്ദേശശുദ്ധിയിൽ മാപ്പു നൽകിൻ ഈ വരികൾ ആരാണ് രചിച്ചത്? ഉത്തരം കുമാരനാശാൻ. ഈ തറവാടിത്ത ഘോഷണത്തെ പോലെ വൃത്തികെട്ടിട്ടില്ല മറ്റൊന്നു മൊഴിയിൽ. ഇത് ഏത് മലയാള കവിയുടേതാണ്? ഉത്തരം ഇടശ്ശേരി. വ്യക്തിവിവേകത്തിന്റെ കർത്താവ് ആരാണ്? ഉത്തരം മഹിമാഭട്ടൻ. രസഗംഗാധരം ആരുടെ കൃതിയാണ്? ഉത്തരം ജഗന്നാഥ പണ്ഡിതൻ. ഏലിയാസ് കനേറ്റിയുടെ ഏത് നോവലിലാണ് നായകനായ ഡോക്ടർ പീറ്റർ കീൻ തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുന്നത്? ഉത്തരം ദി ബ്ലെൻഡിങ്ങിൽ. കന്യാദാനം ആരുടെ കൃതിയാണ്? ഉത്തരം തിക്കോടിയൻ. കറുപ്പ്, വെയിൽ തിന്നുന്ന പക്ഷി, പ്രവാസിയുടെ ഗീതം എന്നിവ ആരുടെ കൃതികളാണ്? ഉത്തരം അയ്യപ്പൻ. ഓടി വിളയാടു പാപ്പ എന്ന തമിഴ് ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം സുബ്രഹ്മണ്യ ഭാരതി. ബാലഗംഗാധര തിലകന്റെ പ്രധാന കൃതി ഏതാണ്? ഉത്തരം ഗീതാരഹസ്യം. 2020 ജനുവരി 28 അന്തരിച്ച വാരണാസി വിഷ്ണു നമ്പൂതിരി കഥകളിയുടെ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം മദ്ദളം. 2020 ജനുവരി 28 അന്തരിച്ച പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ആദ്യ മലയാളി വനിത ആരാണ്? ഉത്തരം ജമീല മാലിക്. 2020 നാടൻ പാട്ടിനുള്ള മികവിന് പത്മശ്രീ ലഭിച്ചത് ആർക്കാണ്? ഉത്തരം മധു മൻസാരി.
നാനോ ടെക്നോളജിയിലുള്ള മികവിന് 2020 പത്മശ്രീ ലഭിച്ച മലയാളി. ഉത്തരം ഡോക്ടർ പ്രദീപ്. 2020 പത്മശ്രീ ജേതാക്കളായ ബോംബെ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ലളിത സരോജ. ജീവിതത്തിന്റെ ഏറിയ ഭാഗവും ചൈനയിൽ ചിലവഴിച്ച ഒരു അമേരിക്കൻ നോവലിസ്റ്റാണ് സാഹിത്യത്തിന് നൊബേൽ സമ്മാനം നേടിയ ആദ്യ അമേരിക്കൻ വനിത. ആരാണ് അവർ? ഉത്തരം പേൾ എസ് ബക്ക്. ഒ വി വിജയന്റെ സഹോദരി പ്രശസ്ത സാഹിത്യകാരിയാണ്. ആരാണ് അവർ? ഉത്തരം ഒ വി ഉഷ. നാടക ട്രൂപ്പായ കാളിദാസ കലാകേന്ദ്രത്തിന്റെ സ്ഥാപകൻ. ഉത്തരം ഒ മാധവൻ. ഡോക്ടർ എന്ന പ്രശസ്തമായ നാടകം രചിച്ചത് ആരാണ്? ഉത്തരം വൈക്കം ചന്ദ്രശേഖരൻ നായർ. പി കേശവദേവിന്റെ ആത്മകഥ എന്താണ്? ഉത്തരം എതിർപ്പുകൾ. ഡ്രാക്കുള എന്ന രക്തരക്ഷസിനെ ചിത്രീകരിച്ച നോവലിസ്റ്റ്. ഉത്തരം ബ്രാം സ്റ്റോക്കർ. 1001 രാവുകൾ എന്താണ്? ഉത്തരം പേർഷ്യൻ കഥകൾ. അമർ ചിത്ര കഥകൾക്ക് തുടക്കം കുറിച്ചത് ആരാണ്? ഉത്തരം അനന്ത പൈ. ഭാരത പര്യടനം ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്ന കൃതിയാണ്? ഉത്തരം നിരൂപണം. വഞ്ചിപ്പാട്ടിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം രാമപുരത്ത് വാര്യർ. വയലാറിന്റെ സഞ്ചാര സാഹിത്യ കൃതി ഏതാണ്? ഉത്തരം പുരുഷാന്തരങ്ങളിലൂടെ. കേരളത്തിലെ ജനകീയ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം സ്വാതി തിരുനാൾ. കേരള ഗ്രന്ഥശാല ദിനം എന്നാണ്? ഉത്തരം സെപ്റ്റംബർ 14. കേരളത്തിൽ സംഘടിത ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് എന്നാണ്? ഉത്തരം 1945 സെപ്റ്റംബർ 14. ഇന്ത്യൻ ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം എസ് ആർ രംഗനാഥൻ. നായ കഥാപാത്രമായ തകഴിയുടെ കഥ. ഉത്തരം വെള്ളപ്പൊക്കത്തിൽ. കഥകൾ മാത്രം എഴുതുന്ന കഥാകാരൻ ആരാണ്? ഉത്തരം ടി പത്മനാഭൻ. സംവിധായകൻ ജോൺ എബ്രഹാമിന്റെ കഥാസമാഹാരം ഏതാണ്? ഉത്തരം നേർച്ചക്കോഴി. എം ടിയുടെ ആദ്യ കഥാസമാഹാരം ഏതാണ്? ഉത്തരം രക്തം പുരണ്ട മൺതരികൾ. നാട്യപ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം. ഇത് ആരുടെ വരികളാണ്? ഉത്തരം കുറ്റിപ്പുറത്ത് കേശവൻ നായർ. ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടന്നു, നടുനിവർക്കാൻ ഒരു കുളിർ നിഴൽ നടന്നു. പ്രശസ്തമായ ഈ വരികൾ ആരുടേതാണ്? ഉത്തരം ഒ എൻ വി കുറുപ്പ്. ഹരിപ്രസാദ് ചൗരസ്യ ഏത് സംഗീത ഉപകരണത്തിലാണ് പ്രാവീണ്യം നേടിയിരിക്കുന്നത്? ഉത്തരം ഓടക്കുഴൽ. ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏതാണ്? ഉത്തരം ജ്ഞാനപീഠം. വാസ്തുഹാര എന്ന ചെറുകഥയുടെ രചയിതാവ്? ഉത്തരം ശ്രീരാമൻ. കോട്ടയ്ക്കൽ ശിവരാമൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം കഥകളി. ആരാച്ചാർ എന്ന നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം കെ ആർ മീര. കാക്കനാടൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ജോർജ് വർഗീസ്. ഈ റീഡിംഗ് എന്നതിൽ ഈ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്തിനെയാണ്? ഉത്തരം ഇലക്ട്രോണിക്. രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലിയുടെ ഇംഗ്ലീഷ് പരിഭാഷയ്ക്ക് അവതാരിക എഴുതിയത് ആരാണ്? ഉത്തരം വില്യം ബർട്ടൺ യേഴ്സ്. എം ടി വാസുദേവൻ നായർ രചിച്ച നാലുകെട്ട് ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏത് വർഷമാണ്? ഉത്തരം 1958. 1972 ഗ്രന്ഥശാല സംഘത്തിന്റെ രജത ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് പണിക്കരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട സാംസ്കാരിക ജാഥ കേരള ചരിത്രത്തിലെ പ്രധാന ഏടുകളിൽ ഒന്നാണ്. ഈ ജാഥയുടെ മുദ്രാവാക്യം എന്തായിരുന്നു? ഉത്തരം വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക. വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക എന്നത് ആരുടെ വാക്കുകളായിരുന്നു? ഉത്തരം പി എൻ പണിക്കർ.
പി എൻ പണിക്കർ അധ്യാപകനായി പ്രവർത്തിച്ചിരുന്ന സ്കൂൾ 2014 വിദ്യാഭ്യാസ വകുപ്പ് അദ്ദേഹത്തിന്റെ സ്മാരകമായി പി എൻ പണിക്കർ സ്മാരക ഗവൺമെന്റ് LP സ്കൂളായി പുനർനാമകരണം ചെയ്തു. പുനർനാമകരണം ചെയ്ത ആ സ്കൂൾ ഏതാണ്? ഉത്തരം അമ്പലപ്പുഴ ഗവൺമെന്റ് LP സ്കൂൾ.